മമ്മൂട്ടി കമ്പനിക്ക് വേണ്ടിയിട്ട് സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. അതായത് മമ്മൂട്ടി കമ്പനിയുടെ ആ ക്യാപ്പ്, ഐക്കൺ വെച്ചിട്ടുള്ള ക്യാപ്പ് ശ്രീ മമ്മൂട്ടി തന്നെ ഇതിന്റെ തലയിൽ വെച്ച് തരുന്ന ഒരു ഫോട്ടോ. അത് സത്യം പറഞ്ഞ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു ഇവന്റ് ആണ്. ആ ഫോട്ടോഗ്രാഫിന്റെ ആ ദിവസം മൊത്തം ഒന്ന് ഓർത്തെടുത്ത് പറയാമോ? അത് അങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഗതിയോ പരിപാടിയോ ഒന്നും അല്ലായിരുന്നു. അത് നമ്മൾ പിന്നെ നമുക്ക് ഇങ്ങനെ സെറ്റിലോട്ട് വരുന്നുണ്ട്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഒരു ടെൻഷനും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു സമയത്താണ് അന്ന് നിന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദിവസമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ആ ഒരു മൊമെൻറ്റ്സിൽ ഇടയിലാണ് സംഭവിച്ചത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം സെറ്റ് ചെയ്യുന്നതും. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് ഒരു സർറിയൽ ഇൻസിഡൻ്റ് ആയിരുന്നു അത്. പിന്നെ നമ്മൾ കുറേ കൂടി ആ ഷൂട്ടിംഗ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ചിന്തകളിൽ ഒക്കെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ അതൊരു തീരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. ഒരു കൈൻഡ് ഓഫ് പ്രൗഡും ഹാപ്പിനെസ്സും ഒക്കെ തന്ന ഒരു സാധനമായിരുന്നു. ഈ മമ്മൂക്ക എന്നുള്ള നടനെ ഇപ്പോൾ പല നടന്മാരും അവർ ഏതൊക്കെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ അത് പ്രിപ്പയർഡ് അല്ലാതെ സംഭവിച്ചതാണെന്ന് പറയും, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ അത് വളരെ കോൺഷ്യസ് ആയി ചെയ്തതാണ് എന്നുള്ള രീതിയിലും സംസാരിക്കാറുണ്ട്. മമ്മൂക്ക രണ്ടാമത്തെ ഗണത്തിൽ പെടുന്ന ഒരു ആക്ടറായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. അദ്ദേഹം ഓരോ സിനിമയിലും എന്താണ് പുതിയത് ചെയ്തത് എന്നുള്ള അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യവും അല്ലെങ്കിൽ അത് ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു കാരണവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഹിറ്റ്ലർ എന്നുള്ള സിനിമയിൽ ഇടം കൈ കൊണ്ട് മാത്രമാണ് ഫൈറ്റ് സീക്വൻസുകൾ മൊത്തം ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ മഹായാനത്തിൽ ചെയ്തിട്ടുള്ള കൈ കൊണ്ടുള്ള വണ്ടിയെ ഇങ്ങനെ വിരൽ വെച്ച് തൊടുന്ന ഒരു സീക്വൻസ്, അത് അതുപോലെ തന്നെ പിന്നെ കണ്ണൂർ സ്ക്വാഡിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എഴുത്തുകാരനെ ഓർമ്മിപ്പിക്കുക. ചെയ്യുന്ന ഓരോ മാനറിസങ്ങളും അദ്ദേഹം ബോധപൂർവമാണ് ചെയ്യുന്നത്, കഥാപാത്രത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള എന്താ പറയുക, ഒരു പുഷ് ഉണ്ടല്ലോ, ഒരു ആക്ടർ എന്നുള്ള രീതിയിലുള്ള ഒരു പുഷ്, അത് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ജിതിനോട് സംസാരിക്കുമോ ഓരോ ഷോട്ടിന് മുമ്പും? പിന്നെ അങ്ങനെ സംസാരിക്കാറുണ്ട്. കാരണം ഈ പറയുന്ന ഇപ്പം കുറച്ച് നാളായിട്ട് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. മീൻസ് തൊട്ട് മുന്നേ ചെയ്ത സിനിമകളിൽ ഇതുപോലെ അദ്ദേഹം ചെയ്തിട്ടുള്ള ചില സംഗതികളെ പറ്റിയൊക്കെ. അപ്പോൾ ഈ സിനിമയിലും അതുപോലെ തന്നെ അദ്ദേഹം എന്താണ് ഇത് കഥാപാത്രമെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു ഡയമെൻഷൻ ഡിസൈൻ ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹം വന്നതും പെർഫോം ചെയ്തതൊക്കെ. അപ്പം ഓരോ സീനിന് മുമ്പും നമ്മൾ കൃത്യമായിട്ട് ഒരു ഡിസ്കഷൻ പരിപാടി നടക്കുമായിരുന്നു എല്ലാ ദിവസവും. അന്നേരം അദ്ദേഹം ഒരുപാട് അഭിപ്രായങ്ങളും ഇങ്ങോട്ട് പിന്നെ പങ്കുവയ്ക്കും, നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഒരു വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ചർച്ച എപ്പോഴും ഉണ്ടായിരുന്നു. അത് അവിടെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ സീൻ എങ്ങനെയാണ് നമ്മൾ പിന്നെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ അതായത് വിഷ്വൽ പാറ്റേൺ എങ്ങനെയായിരിക്കും, അതിൻ്റെ എഡിറ്റ് പാറ്റേണും സൗണ്ട് ഡിസൈനും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് കുറച്ച് ഒരു കണക്ട് ചെയ്ത് വേറൊരു രീതിയിലാണ് ഇത് സ്ക്രീനിൽ പോകുന്നത്. അപ്പം ഇത് നെക്സ്റ്റ് സീൻസുമായിട്ട് എങ്ങനെയാണ് ഇത് മെർജ് ആവുന്നത്, ഇങ്ങനെയുള്ള ചർച്ചകൾ ഡീറ്റെയിൽ ആയിട്ട് നടത്തുമായിരുന്നു അവർ. അപ്പോൾ അതും മനസ്സിലാക്കിയിട്ട് അതിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോണത് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞ്, അപ്പം പലപ്പോഴും നമുക്കൊരു കൈൻഡ് ഓഫ് ഒരു അഡീഷണൽ എക്സൈറ്റ്മെൻറ്റ് അവിടെ നിന്ന് വരുമായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിലും നമുക്ക് കുറേയും കൂടെ നമ്മളെ ഒന്ന് എൻഹാൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള പിന്നെ ഇവല്യൂഷൻസ് പെർഫോമൻസിലും അതുപോലെയുള്ള ചില മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിലൊക്കെ അദ്ദേഹം ചെയ്യുമായിരുന്നു. ഇപ്പം എനിക്കിപ്പം പറയുന്നതിന് പരിമിതിയുണ്ട്, എന്നാലും അങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് തന്ന ഒരുപാട് മൊമെൻറ്റ്സ് സിനിമയിലുണ്ട്. അത് ഫിലിം മേക്കിങ്ങിൽ ഭയങ്കര നമുക്ക് ചെറിഷ് ചെയ്യാൻ പറ്റുന്ന കുറേ മെമ്മറീസ് അങ്ങനെ വന്നിട്ടുണ്ട്. അത് അദ്ദേഹം ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഈ കഥാപാത്രം എന്ന് പറയുമ്പോൾ ഒരു 50% എഴുത്തുകാരനും സംവിധായകനും ഉണ്ടാക്കാൻ പറ്റും, ബാക്കി 50% ഒരു ആക്ടറും കൂടി ചേരുമ്പോൾ ഇതൊരു കൊളാബറേറ്റീവ് എഫേർട്ടാണല്ലോ ഒരു ആക്ടറുടെ പെർഫോമൻസ് നന്നാവുക എന്ന് പറയുമ്പോൾ. അതായത് ഒരു ലൈറ്റ് വരെ ചിലപ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അതിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു എഫേർട്ടിനെ പറ്റിയിട്ട് കൂടി നമ്മൾ പറയണമല്ലോ. അപ്പോൾ അതിൽ പലപ്പോഴും നമുക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ വലിയ ആവേശത്തോടു കൂടി ചോദിക്കുന്ന ചില സീനുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഭീഷ്മപർവ്വതത്തിൽ ജാവോ എന്ന് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ സിഗരറ്റിന്റെ ആഷ് തട്ടിപ്പോകുന്നൊരു സീക്വൻസ്, അപ്പം അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അതങ്ങനെ സംഭവിച്ചു പോയതാണ്, അത് വീണ് കിട്ടുന്ന സൗന്ദര്യങ്ങളാണെന്നാണ് നമുക്ക് പറയുന്നത്. സമാനമായിട്ട് കളങ്കാവല്ലോ അങ്ങനെ വീണ് കിട്ടുന്ന സൗന്ദര്യങ്ങൾ അങ്ങനെ ഉണ്ട്. അത് സിനിമ ഇപ്പം നമുക്കറിയാം, ഇപ്പം നമുക്ക് മലയാളത്തിൽ ഇപ്പോൾ അടുത്തിറങ്ങിയ ചില സിനിമകളെ പറ്റിയുള്ള ചില എക്സ്പ്ലോറേഷൻസിലും അതേപോലെ ഞാൻ മുന്നേ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള ചില ഇപ്പം എന്താ പറയുക, ജാങ്കോ അൺചെയിൻഡിൽ പിന്നെ ഡിക്കാപ്രിയോടെ ബ്ലീഡിങ് സാധനം, അതുപോലെ ജോക്കർ മറ്റേ
പെൻസിലിന്റെ അല്ല പെൻസിലല്ല, മറ്റേ റിമോട്ട് ഇങ്ങനെ അടിക്കുന്ന ഡാർക്ക് നൈറ്റിൽ. ഇതൊക്കെ ലൊക്കേഷനിൽ ആ മൊമെന്റിൽ സംഭവിച്ചു പോയ മിസ്റ്റേക്സ് ആയിട്ടാണ്. ഈ ഇടയ്ക്ക് തന്നെ ഷോഷാങ്ക് റിഡംഷനിലെ ഒരു ഷോട്ടും ഒരു മിസ്റ്റേക്ക് ആണ്. ഐക്കോണിക് ആയിട്ടുള്ള ടോപ്പ് ആംഗിൾ ഷോട്ടിൽ മിസ്റ്റേക്കിന് സംഭവിച്ചു. പക്ഷെ അതൊക്കെ സിനിമയുടെ ഐക്കോണിക് മൊമെന്റ്സ് ആയിട്ട് മാറാറുണ്ട്. അങ്ങനത്തെ ചില സംഭവങ്ങൾ നമുക്കും സംഭവിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ആ ഗ്രാവിറ്റിയിൽ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നതല്ല, സിമിലർ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നേ ഉള്ളൂ. അത് ഗ്രാവിറ്റി മേ ബി ഡിഫറെന്റ്. അത് എനിക്ക് തോന്നുന്നു എപ്പോഴും നമുക്ക് നമ്മുടെ മൈൻഡിൽ ഒരു സിനിമാറ്റിക് കൺസെപ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതെപ്പോഴും ഒരു കോൺസ്റ്റന്റ്ലി ഇവോൾവിങ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ഇപ്പോഴും നമുക്ക് കിട്ടുന്ന ഇൻപുട്സിനും നമ്മുടെ തോട്ട്സ് എപ്പോഴും മാറും. അതിനനുസരിച്ച് നമ്മുടെ ടോട്ടൽ സിനിമയെ പോസിറ്റീവായിട്ട് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലെ ഒരു ബ്യൂട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെയുള്ള ഇൻസ്റ്റൻസ്. ഇതിനകത്തൊരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ സിനിമയിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇത്രയും നാളത്തെ നമ്മുടെ ഡിസൈനിങ്ങിലൊന്നും ഇല്ലാത്ത ഒരു സാധനം അഡീഷണലി സിനിമയെ എൻഹാൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും ഒരു കൈൻഡ് ഓഫ് ഹൈയും ഉണ്ട്. അത് ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ബ്യൂട്ടിയാണെന്ന് ആണ് വിശ്വസിക്കുന്നത്. നോക്കൂ ജിതിൻ, നമ്മൾ ശ്രീ മമ്മൂട്ടിയെ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 50 വർഷത്തോളം. അതായത് ഇപ്പം ഞാൻ ഇനിയും അദ്ദേഹത്തെ കാണാനുണ്ട്. എനിക്ക് അതിനെ പകുതിയൊക്കെ കുറച്ചുകൂടി പ്രായമായിട്ടുള്ളൂ. അപ്പോൾ എനിക്കിനി അദ്ദേഹത്തെ കാണാനുണ്ട്. ജിതിൻ അതിനൊക്കെ കൂടുതൽ ഇപ്പം മമ്മൂട്ടിയെ കണ്ടാവും. ഇതൊക്കെ ഇരിക്കുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു മമ്മൂട്ടിയല്ല അദ്ദേഹം ചെയ്ത് കാണിക്കുക. അതായത് ഒരു സംവിധായകൻ എന്ന രീതിയിൽ നിങ്ങളുടെ ഇമാജിനേഷനേക്കാളും വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യേണ്ടി വരും, എന്നാൽ പോലും വേറൊരു രീതിയിൽ അത് ചെയ്യുക. അപ്പൊ കിട്ടുന്നൊരു ക്രിയേറ്റീവ് ഹൈ ഉണ്ടല്ലോ, അത് അനുഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായും. അതിനെപ്പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമ്മൾ ഇപ്പോൾ ഒബ്വിയസ്ലി ഇത് അദ്ദേഹം ആണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ബോധം വരുമ്പോൾ തന്നെ നമ്മൾ ത്രൂ ഔട്ട് പിന്നെ റീറേറ്റ് പരിപാടികൾ നടക്കും. അതങ്ങനെയാണ് അതിൻ്റെ ഒരു. അപ്പോൾ അദ്ദേഹം ആകുമ്പോൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത് എന്ന് നമ്മൾ മൈൻഡിൽ കണ്ടിട്ട് ഉള്ള എഴുത്തുകളാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അപ്പം എനിക്ക് തോന്നിയത് കുറേ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ഒബ്വിയസ്ലി അദ്ദേഹം ചെയ്യുമ്പോൾ അതിനകത്തൊരു അഡീഷണൽ ലെയർ എന്തായാലും ആഡ് ആവും. അതങ്ങനെയാണ്. അതാണ് അതിൻ്റെ ഒരു. ഇപ്പം നമ്മളിപ്പോൾ സിനിമയിൽ ഇപ്പം ഇത്രയും കഥകളെല്ലാം കഴിഞ്ഞു എന്ന് പറയുമ്പോഴും പുതിയ പുതിയ സിനിമകൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. കാരണം അതങ്ങനത്തെ ഇങ്ങനെ നിലയ്ക്കാത്ത ഒരു പ്രവാഹം പോലെയാണല്ലോ. അതേപോലെ തന്നെയാണെന്ന് തോന്നുന്നു അഭിനയത്തിൻ്റെ കാര്യങ്ങൾ. എല്ലാം ചെയ്ത് കഴിഞ്ഞു, ഇനി എന്താ ചെയ്യാനുള്ളതെന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും ഇവർ പ്രത്യേകിച്ച് മമ്മൂക്ക ഇപ്പം കുറച്ച് കാലമായിട്ട് നമുക്കറിയാം പിന്നെയും പുതിയ പുതിയ സാധനങ്ങൾ നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തരുന്ന ഒരാളിൽ നിന്ന് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാവുന്ന ചില സംഗതികളുണ്ടല്ലോ. അതിൻ്റെ ഒരു വേറൊരു കൈൻഡ് ഓഫ് വേഷൻ നമുക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹം ആയതുകൊണ്ടാണ് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വലിയ നടന്മാരിൽ ഒരു ക്രിയേറ്റീവ് കൊളാബറേറ്റേഴ്സിനെ കൂടി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ തിലകൻ സാറാണ് ഈ കത്തി താഴെ എന്നുള്ള ഡയലോഗ് 3 വേരിയേഷനിൽ അദ്ദേഹമാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ലോഹിതദാസറിനോട് എന്തെഴുതുമെന്ന് അറിയാതിരിക്കുമ്പോൾ അദ്ദേഹമാണ് ഈ ഐഡിയ പിച്ച് ചെയ്യുന്നത്. സമാനമായിട്ട് ഇപ്പോൾ കാതലിന് ഒരു ഇന്റർവൽ സീക്വൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടം മാത്രം മതി അവർ തമ്മിലുള്ള ഇന്റിമസി കാണിക്കാൻ, അല്ലെങ്കിൽ അതിനെ അങ്ങനെ വോക്ക് ചെയ്ത് നോക്കുന്നതും മറ്റൊരു രീതിയിൽ സീൻ എൻഹാൻസ് ചെയ്യില്ല എന്നുള്ള ഐഡിയ പിച്ച് ചെയ്യുന്നത് മമ്മൂട്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള ക്രിയേറ്റീവ് കൊളാബറേഷൻസ് ഉണ്ടല്ലേ, ഈ സീനെ നമുക്ക് ഇങ്ങനെ ട്രീറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് അത് കളങ്കാവല് കിട്ടിയിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പം പിന്നെ നമുക്ക് ആ സീൻ വെച്ച് റെഫർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്താലേ അതെന്താണെന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പം ഒരു എക്സാമ്പിൾ, ഒരു സീൻ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും അദ്ദേഹം പിന്നെ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു സജഷൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ നമ്മുടെ ഷോർട്ട് ഡിവിഷൻ വേറൊരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഓക്കെ അതാണ് ബെറ്റർ എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ തന്നെ അദ്ദേഹം വേറൊരു ഒരു അഡീഷണൽ പരിപാടിയും കൂടെ ഇട്ടായിരുന്നു. അത് ഭയങ്കരമായിട്ടൊരു നമുക്കൊരു കൈൻഡ് ഓഫ് ഒരു എക്സൈറ്റ്മെന്റ് തന്നൊരു സാധനം. അതിപ്പം പിന്നെ ഇപ്പം സീൻ എന്താണെന്ന് പറയാതെ അതിനെ പറ്റി പറ്റത്തില്ല. അതിപ്പോൾ നമ്മൾ ഫൈനൽ ഔട്ടിൽ കാണുന്ന ആൾക്കാർക്ക് അത് എങ്ങനെ കിട്ടും എന്നുള്ളത് വേറൊരു സംഗതിയാണ്. പക്ഷെ നമ്മുടെ ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ നമ്മൾ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റിനെ അദ്ദേഹം എങ്ങനെ അതിന് വേറൊരു ഡയമെൻഷനിലോട്ട് കൊണ്ടുപോയി എന്നുള്ളത് നമുക്ക് അനുഭവിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ്. അത് ഫൈനൽ ഔട്ട് കാണുന്ന ആൾക്കാർക്ക് അതിൻ്റെ പുറകിൽ നടക്കുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങൾ അറിയണമെന്നില്ല, അറിയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഗതികളാണ്.